നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. ഞാൻ ഏറം വയൽ തൃക്കോൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മേശാന്തിയാണ്. നമ്മുടെ രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് 6-ാം തീയതി കൊടിയേറി ഇത്രയും ദിവസമായി നടന്നു വരുന്ന 8 ദിവസങ്ങളിലായി നടന്നു വരുന്ന വിശേഷാൽ ക്രിയാഭാഗങ്ങളോടുകൂടിയ ഈ ഉത്സവത്തിൻ്റെ 5-ാം ദിവസമായ ഇന്ന് ഉത്സവബലിയാണ് നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ വിശേഷമായിട്ട് ഉള്ളത്. രാവിലെ ഉഷപൂജ ശേഷം കലശ നവകത്തോടു കൂടിയുള്ള ഉച്ചപൂജ ഒക്കെ സമാപിച്ചിരിക്കുകയാണ്. ഇനി ഉത്സവബലിയാണ്. വളരെ വിശേഷമാർന്ന രീതിയിലുള്ള ഉത്സവബലി. ഭഗവാന്റെ ശിവേലി ബിംബത്തിലേക്ക് ഭഗവാന്റെ ചൈതന്യത്തെ ആവാഹിച്ച് ഭഗവാന്റെ ഭൂതഗണങ്ങൾക്ക് എല്ലാവർക്കും ഹവിസ് തൂവി വിശേഷാൽ നടത്തുന്ന ഉത്സവബലി ചടങ്ങാണ് ഇനി ഉള്ളത്. ശേഷം ബുധനാഴ്ച വൈകിട്ട് വിശേഷാൽ നാദസ്വരത്തോടു കൂടിയ ദീപാരാധനയും സേവയും ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം രാത്രിയിൽ ഭഗവാൻ കുറുമക്കാട്ട് കാവിലേക്ക് പള്ളിവേട്ടയ്ക്കായിട്ട് എഴുന്നള്ളും. പിറ്റേ ദിവസം രാവിലെ ഭഗവാന്റെ ആറാട്ടോടുകൂടി ഇന്നത്തെ ഈ പ്രാവശ്യത്തെ രോഹിണി മഹോത്സവത്തിന് കൊടിയിറങ്ങുകയാണ്. എല്ലാവരുടെയും സാന്നിധ്യം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ പേര് സജികുമാർ. ഞാൻ വയൽ തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഭരണസമിതിയുടെ അംഗമാണ്. ഏറം വയൽ തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം കൊടിയേറുമ്പോൾ അത് അഞ്ചൽ പ്രദേശത്തിൻ്റെ ആകെ ഉത്സവമായി മാറുകയാണ്. കാരണം ഏറം എന്ന് പറയുന്ന ഈ പ്രദേശം അഞ്ചൽ എന്ന പേരിന് അന്വർത്ഥമായ തരത്തിൽ അഞ്ചലിൻ്റെ 5 ചൊല്ലുകളിൽ പ്രധാനപ്പെട്ട 3 ചൊല്ലുകളുടെയും പ്രഭവ കേന്ദ്രം ഏറമാണ്. അതിലൊന്ന് തന്നെ വയൽ തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വയലിലോ കരയിലോ എന്നുള്ള ഒരു തർക്കമാണ്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ സമീപമുള്ള അഞ്ചൽ കുളം, അത് കുളമോ ചിറയോ എന്നുള്ള ഒരു തർക്കവും, ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമുള്ള കുറുമക്കാട്ട് വീട്, അത് ഇല്ലമോ മനയോ എന്നുള്ളതും, ഇത് 3 ഈ ഏറം പ്രദേശവും ഈ ഏറം വയൽ തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉള്ള തർക്കങ്ങളാണ്. ഈ ക്ഷേത്രത്തിൻ്റെ അതിപുരാതനമായ ഈ ക്ഷേത്രം ഉത്സവം കൊടിയേറുമ്പോൾ 2025 വർഷ ഉത്സവം ഈ 2025 മാർച്ച് മാസം 6-ാം തീയതി ക്ഷേത്രം തന്ത്രി അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറിയുമ്പോൾ ഈ നാടിനാകെ ജാതിമത ഭേദമന്യേ ഉള്ള തിരു ഉത്സവമായി മാറുകയാണ്. വലിയ ഭക്തജന തിരക്കാണ് ഓരോ ദിവസവും ക്ഷേത്രത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് താന്ത്രിക വിധിപ്രകാരമുള്ള ഏറ്റവും വിശിഷ്ടമായ ഉത്സവബലി എന്ന ഒരു പുണ്യമുഹൂർത്തമാണ്. ഇന്ന് 11 മണിക്ക് മുതൽ 1:30 മണി വരെ ഉത്സവബലി ദർശനവും ഉത്സവബലിയുടെ പ്രസാദ വിതരണവും ഉണ്ടായിരിക്കും. അതിനുശേഷം ഇന്ന് വൈകിട്ട് 7 മണി മുതൽ ക്ഷേത്രനടയിൽ തുടിയാട്ടവും അതിനുശേഷം അനന്തരം എന്ന വലിയ ബഡ്ജറ്റുള്ള ഒരു നാടകവും അവതരിപ്പിക്കുന്നുണ്ട്. നാളെ 6-ാം ദിവസം തിരുവുത്സവത്തിൻ്റെ 6-ാം ദിവസമായ നാളെ ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സിൻ്റെ മെഗാ സൂപ്പർ ഹിറ്റ് ഗാനമേള ഉണ്ടായിരിക്കും. അതിനുശേഷം തൊട്ടടുത്ത ദിവസം നടക്കുന്ന ഉത്സവ ഘോഷയാത്ര, മാർച്ച് 13-ാം തീയതി ഉത്സവത്തിൻ്റെ അവസാന ദിവസം നടക്കുന്ന ഉത്സവ ഘോഷയാത്ര എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നും വൈകുന്നേരം 5:30 മണിക്ക് ആരംഭിക്കുകയും പനയഞ്ചേരി ശ്രീധർമ്മശാസ്താ ക്ഷേത്രം, അതുപോലെ തന്നെ ചോരനാട് ഗുരുദേവ സന്നിധി, കൊല്ലിയിൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രം എന്നിവിടങ്ങളിൽ സന്ദർശിച്ച ശേഷം ക്ഷേത്രത്തിലെത്തിച്ചേരുമ്പോൾ മഹാദീപാരാധനയും ആകാശദീപക്കാഴ്ചയും ഉണ്ടായിരിക്കും. മാത്രമല്ല പള്ളിവേട്ടയോടനുബന്ധിച്ച് വളരെ താന്ത്രിക വിധിപ്രകാരം ആചാരപരമായി നടത്തപ്പെടുന്ന പള്ളിവേട്ടയോടനുബന്ധിച്ച് പള്ളിവേട്ടയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ ഇതംപ്രഥമമായി നടത്തപ്പെടുന്ന സേവ എന്ന് പറയുന്ന താന്ത്രിക വിധിപ്രകാരമുള്ള ഏകദേശം 2 മണിക്കൂർ നീളുന്ന ഒരു ചടങ്ങ്, അത് വളരെ വലിയ സാമ്പത്തിക ചിലവുള്ളതും അതോടൊപ്പം തന്നെ ഭക്തി നിർഭരവുമായ ചടങ്ങാണ്.
ഈ ചടങ്ങുകളൊക്കെ തന്നെ ക്ഷേത്രത്തിൽ നടക്കുമ്പോൾ ഇന്നാട്ടിലെ എല്ലാ സജ്ജനങ്ങളുടെയും മഹനീയമായ സാന്നിധ്യവും സഹകരണവും ക്ഷേത്ര സന്നിധിയിലേക്ക് ഉണ്ടാകണമെന്ന് വയലിൽ തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമിയുടെ നാമധേയത്തിൽ എല്ലാ ഭക്തജനങ്ങളോടും സജ്ജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.